ഇന്ന് ഞായറാഴ്ച വീട്ടിലെടുത്ത് ബോറടിച്ചിരുന്നപ്പം ബീച്ചിലേക്ക് പോയാലോ എന്ന് തോന്നി. അങ്ങനെ ബൈക്കുമായിട്ട് ഇറങ്ങി, വൈഫ് കൊണ്ട് കൂടെ. അങ്ങനെ ഞങ്ങൾ രണ്ടാളൂടെ ആലപ്പുഴ ബീച്ചിലേക്ക് ഇറങ്ങി. ഇപ്പം നമ്മൾ പോകുന്നത് ആലപ്പുഴ എലവേറ്റഡ് ബൈപ്പാസ് വഴിയാണ്. തൊട്ട് സൈഡിൽ തന്നെ രണ്ടാമത്തെ പാതയുടെ പണി നടക്കുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആദ്യം പോയത് ആലപ്പുഴ ലൈറ്റ് ഹൗസിലേക്കാണ്. അവിടെ എത്തിയപ്പോഴേക്കും അത് ക്ലോസിങ് സമയമായി. 5:30 വരെയാണ് ലൈറ്റ് ഹൗസ് പ്രവർത്തിക്കുന്നത്. അവസാനം അവിടെ നിന്ന് ചേട്ടനോട് കാലി പിടിച്ചപ്പോഴേക്കും പുള്ളി കയറ്റി വിട്ടു. ഒരാൾക്ക് 20 രൂപയാണ് പാസ്സാവുന്നത്. 10 രൂപ ഫോട്ടോ എടുക്കുന്നതിനുമാകും. അങ്ങനെ നമ്മൾ ലൈറ്റ് ഹൗസിലേക്ക് പയ്യെ കയറി. വളരെ മനോഹരമായി തന്നെ ലൈറ്റ് ഹൗസിന് ചുറ്റുവട്ടം പരിപാലിച്ചിട്ടുണ്ട്. ചെരുപ്പിട്ടകത്ത് കയറാൻ സാധിക്കുകയില്ല. ചെരുപ്പ് ഊരിയിട്ടാണ് അകത്തേക്ക് കയറാൻ. കയറി ചെല്ലുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് കേരളത്തിലെ എല്ലാ ലൈറ്റ് ഹൗസുകളെക്കുറിച്ചും അവിടെ ഒരു വിവരണം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായും തടിയിൽ തീർത്ത പിരിയൻ ഗോവണിയാണ് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും മുകളിലേക്ക് കയറാൻ കുറച്ചു നേരം കാത്തിരിക്കേണ്ടി വന്നു. കാരണം ഒരു ഇടുങ്ങിയ ഗോവണിയോടെയാണ് മുകളിലേക്ക് കയറേണ്ടത്. ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് ഇറങ്ങാനുള്ള കുറച്ച് സമയം എടുത്തുകൊണ്ടാണ് നമുക്ക് കയറാൻ താമസം വന്നത്. അങ്ങനെ നമ്മൾ ആ ഗോവണി വഴി ഏറ്റവും മുകളിലേക്ക് എത്തി. മുകളിൽ എത്തിക്കഴിഞ്ഞുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ആദ്യം നമ്മുടെ കണ്ണിൽ പെടുന്നത് തൊട്ടടുത്തതിനുള്ള ഒരു നീന്തൽക്കുളമാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കാണ് ആ നീന്തൽക്കുളത്തിലും. ചുറ്റുവട്ടത്തോട് നമുക്ക് കറങ്ങി സഞ്ചരിക്കാം. മുകളിൽ കയറി കാഴ്ചകൾ കണ്ടുന്ന സമയത്ത് തന്നെ തൊട്ടടുത്തൂടെ ട്രെയിൻ കടന്നുപോയി. ആ മുകളിൽ നിന്നുള്ള കാഴ്ച വളരെ രസമായിരുന്നു. കുറേ അധികം നേരം ട്രെയിൻ പോകുന്നത് നോക്കിക്കൊണ്ട് നിന്നു. അധിക സമയം മുകളിൽ നിൽക്കാതെ നമുക്ക് തിരിച്ചിറങ്ങേണ്ടി വന്നു. കാരണം നമ്മൾ ക്ലോസിങ് സമയം കഴിഞ്ഞിട്ടാണല്ലോ മേലോട്ട് കയറിയത്. സ്റ്റെപ്പ് കറങ്ങി ഏകദേശം 2-3 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ട്. ഇറങ്ങി നമ്മൾ താഴെ എത്തണം. തിരിച്ച് താഴെ ഇറങ്ങി നമ്മളിനി പോകുന്നത് നേരെ ബീച്ചിലേക്കാണ്. അവിടെ ലൈറ്റ് ഹൗസിന് ചുറ്റെടുത്തുണ്ടാക്കിയ പാർക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ട്. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ബീച്ചിൽ സാമാന്യത്തിലധികം തിരക്കുണ്ട്. എല്ലാവരും സായനം ചെലവഴിക്കാൻ ബീച്ചിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ അവർക്കിടയിലൂടെ പതിയെ മുന്നോട്ട് നടന്നു. അസ്തമയം കണ്ട് കടലിൽ നിന്നടിക്കുന്ന കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. കടലിൽ അങ്ങനെ ആരും ഇറങ്ങി കുളിക്കുന്നത് കണ്ടില്ല. എല്ലായിടത്തും ലൈഫ് ഗാർഡ്സ് ഉണ്ട്. ഒരു പരിധിക്കപ്പുറം പോയാൽ അവർ വിസിലടിച്ച് തിരിച്ച് ആളുകളെ അകത്തേക്ക് കയറ്റുകയാണ്. ബീച്ചിലൂടെ കറങ്ങി നടന്നപ്പോൾ കണ്ടതാണ് ലുഡോ പോലൊരു കളി. പ്രായമായവരാണ് കളിക്കുന്നത്. അത് കണ്ട് കുറേ നേരം നോക്കി നിന്നു. ഒന്നും മനസ്സിലായില്ല. ബീച്ചിൽ വന്ന കുറേയധികം ആളുകൾ എന്നെപ്പോലെ ചുറ്റുവട്ടത്ത് എന്താണെന്നറിയാൻ വേണ്ടി നോക്കി നിൽപ്പുണ്ട്. ഞങ്ങളും അവിടെ കുറേ അധികം നേരം നിന്നു. എന്നിട്ട് ഒന്നും പിടികിട്ടാഞ്ഞപ്പോഴേക്കും അവസാനം കാഴ്ച മതിയാക്കി പയ്യെ കാറ്റാടി മരങ്ങൾ നിൽക്കുന്ന ഭാഗത്തേക്ക് നടന്നു. അവിടെ ഇപ്പോൾ ടൈൽസൊക്കെ പാകി മനോഹരമാക്കിയിട്ടുണ്ട്. ഓപ്പൺ ജിംനേഷ്യം അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ എല്ലാം കുട്ടികൾ കളിക്കുന്നുണ്ട്. നല്ല കാറ്റാടി മരങ്ങൾക്കിടയിലുള്ള നടപ്പ് അവസാനിപ്പിച്ച് നമ്മൾ മടങ്ങാൻ തീരുമാനിച്ചു. സമയം ഇപ്പോൾ 6:30 അടുക്കുന്നു. കടത്തീരത്തോട് തന്നെ നമ്മൾ വണ്ടി വെച്ച ഭാഗത്തേക്ക് നടന്നു. അപ്പോൾ കണ്ടതാണ്, പോകുന്ന വഴിക്ക് ഓരോ ഐസ്ക്രീം മേടിച്ചു. ഞാനൊരു ബ്ലാക്ക് കറൻറ്റും ഭാര്യ ബട്ടർ സ്കോച്ചുമാണ് വാങ്ങിയത്. കുതിരസവാരിയൊക്കെ കടത്തീരത്തുണ്ട്. അതിൽ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഞായറാഴ്ചത്തെ ഇന്നത്തെ പരിപാടി അവസാനിച്ച് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങുകയായി. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് പള്ളാത്തുരുത്തി പാലമാണ്. ഹൗസ് ബോട്ടുകൾ സന്ധ്യ ആയപ്പോഴേക്കും തിരികെ വരുന്ന കാഴ്ച. തിരികെ ചങ്ങനാശ്ശേരിയിലെത്തി ക്ഷീണം അകറ്റാൻ ഓരോ നാരങ്ങളും. ഞാൻ ഉപ്പിട്ട ഒരെണ്ണവും ഭാര്യ മധുരമുള്ള ഒരെണ്ണവും വാങ്ങി. അത് കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ വരെ കാണാം. ബൈ.